ചേട്ടാ ഉറങ്ങിയില്ല ഇതുവരെ? ഇല്ല, ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചിട്ട് നടക്കണം. ഫസ്റ്റ് ഇത് മാത്രം ആലോചിക്കാൻ എന്തുവാണോ? അല്ല, എന്തായാലും കുറേ നാളത്തെ ശ്രമത്തിന് ശേഷം ഒരു നല്ല പ്രൊമോഷനൊക്കെ ആയി. ഒരു നല്ല പോസ്റ്റിലേപ്പം ഇരിക്കുന്നു. നിനക്കും ഇപ്പം സാമ്പത്തികമായിട്ട് സ്ഥിരമായിട്ട് ചെറിയ വരുമാനമുണ്ട്. അപ്പം നമുക്കിപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഈ പ്രായത്തിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇപ്പം ചെയ്യാനാ? എന്തുവാ? നമുക്ക് ഈ വീടൊന്ന് പൊളിച്ച് പുതുക്കി പണിഞ്ഞാലോ? വീടൊന്ന് പുതുക്കി പണിഞ്ഞാലോ? എന്താ പറഞ്ഞ? അല്ലടി, നമുക്കിപ്പോൾ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഈ സമയത്ത് ചെയ്ത് വീടൊന്ന് ലോണൊക്കെ എടുത്ത് വീടൊന്ന് പുതുക്കി പണിഞ്ഞാലോ? എന്റെ ദൈവമേ, ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു. നല്ല കാര്യമായിട്ടാ. ഇപ്പൊ ഏട്ടൻ ഇപ്പൊ SI ഒക്കെ അല്ലേ? ഏട്ടന്റെ ഒരു പൊസിഷൻ വെച്ചിട്ട് എത്ര വലിയ വലിയ ആളുകളൊക്കെ നമ്മുടെ വീട്ടിൽ വരും. അവിടെയൊക്കെ ഒന്ന് നമ്മൾക്ക് അവരെയൊക്കെ ഒന്ന് കയറ്റി ഇരുത്തി നല്ലൊരു സിറ്റ് ഔട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ അവിടെ ഇരുത്താം. രസമല്ലേ അത്? ഒരുപാടൊന്നും ഇതാവണ്ട, എന്നാലും നമുക്കൊരു എനിക്കൊരു 2 നിലയാണെന്നുണ്ടെങ്കിലേ 2 നില വേണം. ഒരു വശത്ത് അവക്കും താമസിക്കാം, മറുവശത്ത് നമുക്കും താമസിക്കാം. അതാകുമ്പോ പിന്നെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒന്നും താമസിക്കണ്ടല്ലോ. എല്ലാരും ഒന്നിച്ച് തന്നെ ഉണ്ടാവും. വേണേ ഒരു നിലയിൽ അവര് താമസിക്കട്ടെ, ഒരു നിലയിൽ നമുക്ക് താമസിക്കാം. അതെ. അപ്പൊ ഇപ്പോഴൊക്കെ ആകുമ്പോ ഇനിയിപ്പോ ലോണൊക്കെ നമുക്കൊന്ന് പിടിച്ചാൽ കിട്ടുകയും ചെയ്യും. അതാണ് ഈ കിടന്ന് ആലോചിച്ചോണ്ടിരുന്നത്. ഞാനിങ്ങനെ എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടടി. പക്ഷെ നമ്മൾ ഈ വരവ് കാണാതെ ചിലവ് ചെയ്യരുത്. ഞാനതാണ് നേരത്തെയൊക്കെ പറയുന്ന സമയത്തൊക്കെ നമുക്ക് ഈ എവിടെ നിന്ന് വരാനാണ്? ഈ നിശ്ചിതമായ വരുമാനമല്ലേ ഉള്ളൂ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പിയാവും. കേട്ടോ, പിന്നെ അതുമല്ല റൂമിൽ തന്നെ ബാത്റൂം ഒക്കെ വേണം, അറ്റാച്ച്ഡ് ആയിട്ട്. ഉറപ്പല്ലേ? പിന്നെ ഇതിനെ കൊച്ചുങ്ങളൊക്കെ വലുതായി എഴുതിയിട്ട് അപ്പുറത്ത് പോണേക്കാളും നല്ലത് അങ്ങനെ. വീട് നമ്മുടെ വീട് നല്ലതൊക്കെയാണ്, പക്ഷെ കുറച്ചും കൂടെ സൗകര്യമുള്ളൊരു വീട് വേണം. അമ്മയോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് എപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ല. ഉറക്കം പോയി മനുഷ്യൻ. ഇനിയിപ്പൊ ഞാനായിരിക്കും ആലോചിച്ചോണ്ട് കിടക്കാൻ പോണത്. ഹലോ ക്ലിറ്റോ, കണ്ടിട്ട് എന്താ ഒരു മൈൻഡില്ല? നീ എന്ത് നിങ്ങളുടെ ഏമാനെയൊക്കെ ഞാൻ സല്യൂട്ട് അടിക്കണോ? ചിരിച്ചിട്ടെങ്കിലും പോണ്ടേ? ചിരിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ. മനുഷ്യന്മാരല്ലേ, നമുക്ക് ഓരോ ദിവസം ഓരോ സാഹചര്യങ്ങളല്ലേ. ഇന്നിപ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പോലീസുകാർക്ക് പിന്നെ ചുമ്മാ ചിരിച്ചോണ്ട് നടക്കാമല്ല. വൈകുന്നേരം ഒരു കാര്യം സംസാരിക്കണ്ടേ? ഏമാൻ്റെ തള്ളു കഥയൊക്കെ എനിക്ക് പഴയ പോലെ സമയമല്ല. എനിക്ക് 100 കൊട്ടേഷനാണ്. എടാ, കാര്യം പറയാനുണ്ടെന്ന്. നമുക്ക് ആലോചിക്കാം. ഞാൻ വിളിക്കാല്ലേ? എന്തോ എന്നപ്പാ? മാമി വിളിച്ചു. ഹലോ ചേച്ചി, എന്തുണ്ട്? അയ്യോ, ഇനിയും 2 ദിവസം കൂടെയാ? അതെന്ത് പരിപാടിയാണ്? ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ക്ലീറ്റോ ചേട്ടനും അവനും കൂടെ ഭക്ഷണം കഴിച്ചിട്ട് പോയി. വന്നാലും 2 ദിവസം കൂടെ ഒക്കെ പാർട്ടി സമ്മേളനം എന്നൊക്കെ പറഞ്ഞ എന്തോ ഇവരൊക്കെ ആദ്യം പറഞ്ഞുകൂടായിരുന്നു. സാരില്ല, അത് ഞാൻ നോക്കിക്കോളാം. പിന്നെ വേറൊരു സന്തോഷം. ഏട്ടനൊരു ആഗ്രഹം, നമ്മുടെ വീടൊന്ന് പൊളിച്ച് പണിതാലോന്ന്.
ചേച്ചിനെ വിളിച്ചു പറഞ്ഞാ കള്ളൻ? എന്തൊരു കള്ളനാന്ന് നോക്കണേ. എന്നോട് പറഞ്ഞു ആരോടും പറയരുത്, വൈകിട്ട് അമ്മയോട് പറയാന്ന്. അമ്മ സമ്മതിച്ചാലല്ലേ കാര്യം നടക്കുള്ളൂ. ആഹാ, നല്ല കാര്യമല്ലേ ചേച്ചി? ഓ, എനിക്കും ഭയങ്കര സന്തോഷമായി. ഇല്ല, ഡിസൈനൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല, പ്ലാനൊന്നും അങ്ങനൊന്നും വരച്ചിട്ടൊന്നുമില്ല. ചേച്ചി വന്നിട്ട് നമുക്ക് ഈ ഫോണിൽ ഇങ്ങനെ വീടിൻ്റെ ഒക്കെ ഡിസൈൻ ഉണ്ടാവത്തില്ല, അത് നോക്കാം. എന്നിട്ട് അതിൽ നിന്ന് പറഞ്ഞാൽ നല്ലൊരെണ്ണം സെലക്ട് ചെയ്യാം. ആ, ഓടി വാ ഇങ്ങോട്ട്. ശരി. വീട് പണിയണോന്നൊക്കെ നിന്റെ അച്ഛനൊരു ആഗ്രഹം. അമ്മ ആന്റി എനിക്ക് സെപ്പറേറ്റ് വേറെ റൂം തരുമോ? എന്തോ എന്താ? അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. അമ്മ എനിക്ക് സെപ്പറേറ്റ് റൂം വേണം. എന്തായാലും ഇവക്കില്ലെങ്കിലും കുഞ്ഞിനൊരു റൂം ഉണ്ടാവും കേട്ടാ. അമ്മ അച്ഛനോട് പറയാം. അമ്മ, വേറൊന്നുമില്ല, ഞാനിങ്ങനെ ഇപ്പം ആലോചിച്ചപ്പോഴേ, നമ്മൾ കുറേ നാളത്തെ പ്രാർത്ഥനയും കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ നമുക്കൊരു പ്രൊമോഷനൊക്കെ ആയല്ലോ. ഭാഗ്യത്തിന് ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ആ സ്റ്റേഷൻ തന്നെ കിട്ടുകയും ചെയ്തു. ലില്ലിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥിരമായിട്ടൊരു വരുമാനവും വരുന്നുണ്ട്. സാമ്പത്തികമായിട്ട് നമുക്ക് കുറേ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഭാഗ്യം കൊണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചപ്പോൾ നമുക്ക് വേറെ എങ്ങും പോണ്ട, ഇവിടെ തന്നെ ഈ വീട് മാറ്റിയിട്ട് നമുക്കൊരു പുതിയൊരു വീട് വെക്കുന്നതിനെ പറ്റി ഇങ്ങനെ ഒരു ആലോചന. വളരെ നല്ല തീരുമാനം അച്ചമ്പി. സത്യം പറഞ്ഞാൽ ഈ പഴയ വീട് പൊളിച്ചെല്ലേണ്ട സമയം എന്നേ കഴിഞ്ഞു. ഇവിടുത്തെ ലൈറ്റ് ഇട്ട താഴത്തെ മോട്ടർ വർക്ക് ചെയ്യും, താഴത്തെ മോട്ടറിൻ്റെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മേളത്തെ ഗേറ്റിൻ്റെ അടുത്തുള്ള ലൈറ്റ് വർക്ക് ചെയ്യും. പഴകിയതുകൊണ്ട് ഞാൻ പറയുക, പണ്ടത്തെ പോലല്ല. മച്ചമ്പി ഇപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടറാണ്. സമൂഹത്തിലെ പല കൊടി കെട്ടിയവരും ഇവിടെ വരും. അവരൊന്ന് നോക്കുമ്പോൾ ഇൻസ്പെക്ടർ വീട് പഴഞ്ചരാക്ക് വീടാന്ന് പറയുമ്പോൾ ഇത് തന്നെയാ ഞാനും പറഞ്ഞത്. എന്തോരം വലിയ വലിയ ആളുകൾ വരേണ്ടതാ, അവരെയൊക്കെ ഒന്ന് കയറ്റി ഇരുത്തണ്ടേ നമുക്ക്? അല്ല, വീടിപ്പോൾ ഇത് തറവാട് വീടാണ്, ഇത് അങ്ങനെ മോശമൊന്നുമല്ല. മോശാന്ന് പറഞ്ഞില്ല കേട്ടോ. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ ജനിച്ചു വളർന്ന വീടാണിത്. നമ്മളെ സംബന്ധിച്ച് ഇതൊരു സ്വർഗമാണ്. അപ്പം പിന്നെ പക്ഷെ ഈ പറഞ്ഞ കണക്ക് നമ്മൾ സംസാരിച്ച മക്കൾക്കൊക്കെ ഭയങ്കര പിള്ളേരോട് പറഞ്ഞപ്പോ എന്റെ പൊന്നെ അവർക്ക് ഓരോരുത്തർക്കും ഓരോ മുറി വേണം, ബാത്റൂമുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് വേണം എന്നൊക്കെ പറഞ്ഞു. അത് വേണം. അപ്പൊ അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ പ്രധാനം. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് വിചാരിച്ചത് ഇപ്പോഴാണെങ്കിൽ വെക്കാൻ പറ്റും. ഇപ്പോഴാകുമ്പോൾ ലോണൊക്കെ എടുത്ത് നമുക്കൊരു പരുവത്തിന്റെ സംഭവം അങ്ങ് ചെയ്തു വരാൻ പറ്റും. ഇനി കുറച്ചുകൂടെ നാൾ കഴിഞ്ഞാൽ പിന്നെ പാടായി പോകൂലേ, അല്ലേ? ഞാൻ പറഞ്ഞത് ഈ കണ്ടംപററി കണ്ടംപററി അവള് പറഞ്ഞത് കുന്നുമല മോളച്ചന്റെ മോൻ വെച്ചേക്കുന്ന വീടതാ. അതേപോലെ ഒരു കൂരുള്ള കീടുക്കാച്ചൊരു വീടൊക്കെ നോക്കാം. ഞാൻ പറഞ്ഞു 2 നിലയായിട്ട് വെക്കാന്ന്. അപ്പൊ ഒരു നിലയിൽ ചേച്ചിക്കൊക്കെ താമസിക്കാമല്ലോ, മാറി താമസിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളൊരു നില താമസമാണ്. അങ്ങനെ താമസിക്കാന്ന് പറഞ്ഞാൽ അമ്മയുടെ സമ്മതം വേണം. അമ്മയുടെയാണ് വീട്. അമ്മ എന്ത് പറയുന്നത്, നമുക്ക് ഇഷ്ടമാണോ അങ്ങനെ ചെയ്യുന്നതിന്? എന്നോട് എന്തിനാ ചോദിക്കുന്നത്? എൻ്റെ മക്കളുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടം. കർത്താവേ, അമ്മ സമ്മതിച്ച്. നല്ല അമ്മമ്മ വീടൊക്കെ സമ്മതിച്ച്. നമുക്കെല്ലാം സെപ്പറേറ്റ് നമുക്കെല്ലാം സെപ്പറേറ്റ് പിന്നെ തുടങ്ങാം. യൂദാസിൻ പാത പിന്തുടരല്ലേ, കർത്താവിൻ വെളിവാട്. അച്ചമ്പിയേ ആ വാ. വരണം. ഇതെന്ത്? ഉപ്പ് ബിസ്കറ്റ് കഴിക്കാൻ പറ്റും? കഴിക്കാം. വല്ല ഏ? രാവിലത്തെ ഇടിയപ്പം ഉണ്ടായിരുന്നു, അത് ഞാൻ നേരത്തെ പഞ്ചാര കൂട്ടത്തിൽ. വൈകിട്ടത്തേക്ക് കഴിക്കാൻ എന്തായാലും മേടിക്കേണ്ടി വരും. എന്തിനു മേടിക്കുന്നത്? ദോശമാവുണ്ട്, പിന്നെ ഫ്രിഡ്ജിൽ ഇവിടെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടോ, അന്ന് കടുക് താളിച്ചെടുത്താൽ മതിയല്ലോ. ചമ്മന്തി തീർന്നു. ചമ്മന്തി തീർന്നു? അതെങ്ങനെ? ഉച്ചയ്ക്ക് ചോറുണ്ടാകുന്ന നേരം ഞാൻ കൂട്ടാലത്തിന് ചമ്മന്തി. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ എടുക്കാൻ അതിനകത്ത് മീൻകറി ഇരുന്നല്ലോ, അതെടുത്ത് കഴിച്ചാൽ പോരെ? മീൻകറി തീർന്നപ്പോഴാണ് പിന്നെ ബാക്കി നിന്ന് ചോറ് കഴിക്കാം. ചമ്മന്തി അല്ല, കുഴപ്പമില്ല, നമുക്ക് ദോശ കൂടാം.
പിന്നെ എന്ന് കൂട്ടി കഴിക്കും കറിയോ? നാരങ്ങാച്ചാറിപ്പുണ്ട്. ദോശയ്ക്ക്. ആ വേറെ കാര്യം അറിഞ്ഞ കനകമച്ചമ്പി വീട് പൊളിച്ച് പുതിയ വീട് പണിയാൻ പോകുന്നു. എവിടെ? ഇവിടെ തന്നെ. ആര് പറഞ്ഞു? അതല്ലേ അവിടുത്തെ ചർച്ച മുഴുവനും. 2 നിലയ്ക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. അമ്മ സമ്മതം കൊടുത്ത് വിളിച്ചിട്ട് പണിയാൻ. അമ്മേ, ആ അത് നമ്മളറിയണ്ടേ? അച്ഛൻ പറഞ്ഞില്ലേ? അല്ല ചിലപ്പോൾ പറയുമായിരിക്കും. അതല്ലല്ലോ എൻ്റെ മര്യാദ. അവർ തീരുമാനിച്ചു വെച്ചിട്ട് ആണോ പറയേണ്ടത്? അങ്ങനെയാണോ ഇവിടുത്തെ കാര്യങ്ങൾ? അല്ല ഇത് അതിൻ്റെ പേര് കനകമച്ചി കൊണ്ട് എൻ്റെ ഒരു ഭാര്യ എന്ന് പറഞ്ഞ ഒരുത്തിയുണ്ടല്ലോ, അവളോട് വിവരം ചോദിക്കണമല്ലോ. ആ ഹലോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ നാട് നിറങ്ങാൻ നടക്കുമ്പോൾ ഈ വീട്ടിലെ കാര്യങ്ങൾ വല്ലതും അറിയണുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ്. ആ പറയാം. ഇവിടുത്തെ വീട് പൊളിച്ച് പണിയാൻ പോകണമെന്നുള്ളത് തമ്പ്രാട്ടി അറിഞ്ഞോ? ഓ അറിഞ്ഞു. അമ്മ സമ്മതം കൊടുത്തത് അറിഞ്ഞു. ഓ അത് ശരി. അപ്പോൾ കുടുംബക്കാരെല്ലാവരും കൂടെ ചേർന്നുള്ള പരിപാടിയാണ് അല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെടി. നീ സംസാരം വേണ്ട, നിർത്തിക്കോ. ഞാൻ വെളിയിൽ നിന്ന് വലിഞ്ഞു കയറി വന്നവനാണല്ലോ. മതി അവളാ. സത്യം പറഞ്ഞാണല്ലോ, മച്ചമ്പിയുടെ അവസ്ഥ എൻ്റെ അവസ്ഥ പോലെ തന്നെയാണ്. എന്തോന്ന്? റോസ്മേരി അവിടെ അവങ്ങളുടെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് അത് നടപ്പിലാകുമ്പോൾ മാത്രമേ എന്നോട് പറയത്തുള്ളൂ. എന്നിട്ടേ ഞാൻ അറിയത്ത് പോലും ഉള്ളൂ. എടാ അതുപോലെയാണോ ഇത്? നിന്നോട് പറയാനെന്ന് പറഞ്ഞാൽ നീ ഇവിടെ വന്ന് പെറ്റ് കിടക്കയല്ലേ? പെറ്റ് കിടക്കുന്നു. അതുപോലെ തന്നെ ഏതാണ്ട്. അതുപോലെയാണ് ഞാൻ എന്ന് ഇവിടുന്ന് രാവിലെ നടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്, ഇങ്ങനെ മൂത്തൊക്കെ ഇളിച്ചിട്ട് പോണ ആൾക്കാരല്ലേ. എൻ്റെ അടുത്തൊരു വാക്ക് പറയണ്ടേ? പറയുമായിരിക്കും. പറയേണ്ടതാണ്. പിന്നെ ഒരു മര്യാദ ഇല്ലാത്ത ആളുകൾ. പൊളിച്ച് പണിയണ്ട, എനിക്കൊന്ന് കാണണം. അമ്മ, പത്രത്തിലെ വാർത്തകൾ എന്തൊക്കെയാ വിശേഷങ്ങൾ? അല്ല, ഓരോരോ വിശേഷങ്ങൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കും. വായിക്കണ്ട, നല്ല വാർത്തകളൊന്നുമില്ല. എല്ലാം കൊല്ലും കൊലയും അതും ഇതുമൊക്കെയാണ്. ആരുമില്ലേ ഇവിടെ? അല്ല, പിള്ളേർ രണ്ടുപേരും കൂടെ എന്താന്നാ ആവശ്യത്തിന് പുറത്തോട്ട് പോയെന്ന് തോന്നുന്നു. ആ പോയി. കനകനില്ലേ? ലില്ലിയും കനകനും കൂടെ പുറത്ത് പോയാ? ആ അതെ. എന്ത്? അല്ല, ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കും, അമ്മ എങ്ങനെയാണ് ഈ കണ്ണടയില്ലാതെ ഈ പത്രം ഇങ്ങനെ ഇരുന്ന് വായിക്കണമെന്ന്. ഞാനൊക്കെ തപ്പി പിടിക്കേണ്ടി വരും. സത്യം എനിക്ക് തോന്നണത് ആ അച്ഛൻ പഴയ ചിട്ടയോടുകൂടി നിങ്ങൾ ആ ഭക്ഷണവും അങ്ങനെ വളർന്നു വന്നതിൻ്റെ ആ ഒരു ഇതായിരിക്കും. ആഹാര രീതി പ്രധാനം. ചീര കൂട്ടി 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 ഉള്ളി ഇതൊക്കെ തന്നെ. ക്യാരറ്റ് ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ഹോട്ടലിൽ കയറി കണ്ടതും കടിയതും ഒന്നും ഞങ്ങൾ വാങ്ങിച്ച് തിന്നിട്ടില്ല. അത് മാത്രമോ, മൊബൈലിൽ കളിയല്ലേ ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഉരുക്കോലെ എങ്ങനെ ഇരിക്കണത്. പാവം അച്ഛൻ പോയിട്ട് എത്ര വർഷമാവും അമ്മ? 30 വർഷമാവത്തില്ലേ? 30-35 കൊല്ലം ആവുമല്ലേ? പിന്നെ 10-35 കൊല്ലം ആവും. പക്ഷെ അച്ഛൻ ഇവിടുന്ന് പോയിട്ടില്ല. ഞാൻ ഇന്നലെയും കൂടി കണ്ടു. ഇന്നലെ ഞാൻ അങ്ങനെ നല്ല ഉറക്കത്തിലായിരുന്നല്ല. അങ്ങനെയാണെന്ന് കുറേ കഴിയുമ്പോൾ അച്ഛൻ വന്ന് എന്നെ വന്നിട്ട് പെട്ടെന്ന് കണ്ണോടൊപ്പം ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, തങ്കം എവിടെ പോയി? ഞാൻ പറഞ്ഞു, അച്ഛാ തങ്കം പാർട്ടിയുടെ സമ്മേളനത്തിന് പോയി. അപ്പം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ സമ്മേളനം പാർട്ടിയൊക്കെ ആയിട്ട് നടക്കണത് കൊള്ളാം, ഭർത്താവിൻ്റെയും മക്കളെയൊക്കെ കാര്യം നോക്കണം, അത് കഴിഞ്ഞുള്ള പാർട്ടി പരിപാടിയൊക്കെ മതി എന്ന് പറഞ്ഞു. ഞാൻ അവളുടെ അടുത്ത് അത് പറയൂല, അമ്മ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കൊള്ളാം, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ. പിന്നെ വേറെ എന്തോന്ന് പറഞ്ഞു? അതാണ് അച്ഛൻ പറഞ്ഞ കാര്യം. നല്ലതല്ല അച്ഛൻ. ഞാൻ ഇവിടെ ചുറ്റിപ്പറ്റി എന്നും ഉണ്ട് ഈ വീട്ടിൻ്റെ. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴും ഉറങ്ങാതെ ഇങ്ങനെ വീടിന് ചുറ്റും കറങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷേ അച്ഛന് വിഷമമുണ്ട് കേട്ടോ അമ്മ, ഇതിങ്ങനെ ഇടിച്ചു പൊളിച്ച് കളയണേല്. അതുകൊണ്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കാൻ പറയേ. അച്ഛനെ വിഷമിപ്പിച്ചിട്ടൊക്കെ എന്തിനാണ് ഇതിനെ ഇടിച്ചു പൊളിച്ച് ഇതൊക്കെ ചെയ്യണത്? ഞാനൊന്നും പറയണില്ല.
നമ്മളാരുമല്ല, നമ്മൾ വരുത്തൻ വന്നവൻ. അല്ലല്ല, അതങ്ങനെ തന്നെ അമ്മ. അതില്ലെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് അവള് തങ്കത്തിനെ വിളിച്ചപ്പോൾ അവള് പറയണു അത് അങ്ങനെ ചെയ്യാൻ പോണെന്ന്. അപ്പോൾ അവൾ എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞില്ല, അളിയനൊരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞില്ല, എൻ്റെ പെങ്ങള് അവള് പറഞ്ഞില്ല. അപ്പം ഞാൻ ആരാണ്? അമ്മയും പറഞ്ഞില്ല. അവസാനം അച്ഛൻ വരേണ്ടി വന്ന് എൻ്റെ അടുത്ത് ഇത് പറയാൻ. അച്ഛാ, അച്ഛനെങ്കിലും എൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടല്ലോ അച്ഛാ. ആലോചിച്ചൊക്കെ തീരുമാനിക്കും. ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളെ വീട്, നിങ്ങളായി, ആരുമല്ലല്ലോ. രത്നം, 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 ഉറങ്ങിയോ? വന്നോ? വരാനോ? അതിന് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഈ വീടിന് ചുറ്റും, ഈ വീടിന്റെ ചുമരുകളിൽ, വാതിലുകളിൽ, ജനലുകളിൽ ഒക്കെ ഞാനുണ്ട്. എനിക്കെപ്പോഴും നിങ്ങളെ കാണണ്ടേ? ഈ വീടിന് ചുറ്റും ഉറങ്ങാതെ ഒരു കാവൽക്കാരനെ ഞാൻ നിൽപ്പുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ കനകന് ഈ വീട് പൊളിച്ചിട്ട് വലിയൊരു വീട് വെക്കണമെന്ന്. നല്ലതാ, അവന്റെ ആഗ്രഹമല്ലേ. പക്ഷെ രത്നം, നമുക്ക് ഈ വീടാ നല്ലത്. ഇവിടെയാ നമുക്ക് സ്വാതന്ത്ര്യമുള്ളത്. വലിയ വീടൊക്കെ ആവുമ്പോ ആ വീടിന്റെ ഏതെങ്കിലും ഒരു കോണില് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തളയ്ക്കപ്പെടും. അയ്യോ, എന്നാ വേണ്ടല്ലേ? അതൊക്കെ രത്നത്തിന്റെ ഇഷ്ടം. എന്തായാലും നീ സന്തോഷായിട്ടിരിക്കണം. വിളിക്കാം. ശരി. എന്തിനാ? വീട് വിളിക്കൽ നടക്കത്തില്ല. അമ്മയുടെ സ്വഭാവം മാറി. ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോൾ അമ്മ കൽപ്പന പോലെ പറയാണ്, ഈ വീട് പൊളിക്കൽ ഇപ്പൊ നടക്കത്തില്ല, എന്റെ കാലശേഷം നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന്. എനിക്കറിയാൻ പാടില്ല. ഇനി ആരെങ്കിലും ചെന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താന്ന് എനിക്കറിയത്തില്ല. ചേട്ടനായിരിക്കും. അല്ല, എന്റെ ഒരു സംശയം ഞാൻ പറഞ്ഞതാ. സംശയമല്ല, അതാണ് സത്യം. അല്ലെ, ഏട്ടൻ വിളിക്കാം, ഞാൻ വിളിക്കാം. ക്ലീറ്റോ ചേട്ടാ, ക്ലീറ്റോ ചേട്ടാ, നീ വന്നേ. ക്ലീറ്റോ ചേട്ടൻ അമ്മയോട് വീട് പൊളിക്കണ്ടെന്ന് വല്ലതും പറഞ്ഞ? ഇത് പൊളിച്ചിട്ട് വേറെ വീട് വെക്കുന്ന കാര്യം നിങ്ങൾ ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലല്ലോ. പിന്നെ ഇത് മാത്രമേ ഇപ്പം എന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്നലെ രാവിലെ പോകാൻ നേരം നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു വൈകുന്നേരം വരുമ്പോൾ ഒരു കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ നീ എന്താ പറഞ്ഞത്? അതൊക്കെ പിന്നെ സംസാരിക്കാൻ സമയമില്ല, അത്യാവശ്യം എന്ന് പറഞ്ഞ് പോയില്ലേ നീ? അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചിരുന്നു. ഫോൺ എടുത്ത് നോക്ക് നീ. 2 മിസ് കോൾ ആണ്. നീ തിരിച്ചു വിളിച്ചു തന്നെ. ഇത് പറയാനാണ് വിളിച്ചത് ഞാൻ. ഇത് പറയാനാണ് വിളിച്ചത്. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ വേറെ എന്തോ. പിന്നെ നിന്നോട് ചോദിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇടപാടനാണ് വിളിച്ചത്. എന്തെങ്കിലും പറഞ്ഞ ക്ലീറ്റോ ചേട്ടൻ അമ്മയോട്? എന്തെങ്കിലും പറഞ്ഞ? അമ്മയോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ അമ്മയോട് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരിത് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അച്ഛൻ ആത്മാവ് ഉറങ്ങുന്ന ഈ വീട് അങ്ങനെ ഇടിച്ച് കളയണോ എന്ന് ചോദിച്ചു. അത്രേ ചോദിച്ചുള്ളൂ. വേറെ
മതിയല്ല, ഇത്രയും ചോദിച്ചാൽ മതിയല്ലോ. എന്തുവാടേ ഇത്? അല്ല നിനക്ക് അമ്മയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചാ പോരെ? എന്താ? അമ്മയെ ഞാൻ പറഞ്ഞ് സംസാരിച്ച് സെറ്റാക്കിയാ പോരെ? അതെ, നീ തന്നെ പറയണം, നീ തന്നെ സെറ്റാക്കുകയും വേണം. ചെയ്യാം. അമ്മ എന്ത് പറ്റി? പെട്ടെന്നൊരു മനംമാറ്റം. വീട് പൊളിക്കണ്ട, പണിയണ്ടെന്നൊക്കെ പറയുന്നു. ആ, അത് അമ്മ ആലോചിച്ചപ്പോൾ അതാണ് ശരിയെന്ന് തോന്നി മോനെ. എൻ്റെ അമ്മേ, പിള്ളേരൊക്കെ എന്തോരം സന്തോഷിച്ചെന്നറിയൂ ഇത് കേട്ടപ്പം. അല്ല, അവരുടെ സന്തോഷം കളയണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, പറമ്പിലൊരു വീട് വയ്ക്കാം, അല്ലെങ്കിൽ വേറെ സ്വത്ത് കിടപ്പുണ്ടല്ലോ അവിടെ എവിടെയെങ്കിലും ഒരു വീട് വയ്ക്കണം. വേറെ എവിടെയെങ്കിലും കൊണ്ട് വീട് വെക്കുന്നതല്ല അവരാഗ്രഹിച്ചത് ഇവിടെ വീട് വെക്കുന്നതാ. അല്ല തന്നെ അവർ ഇവിടെ അടുത്ത സ്കൂളിലല്ലേ പഠിക്കുന്നത്. അപ്പൊ ദൂരെ കൊണ്ട് വീട് വെച്ചാൽ എങ്ങനെയാ? അമ്മയുടെ കാലം കഴിഞ്ഞിട്ട് വയ്ക്കാം മക്കളെ. അമ്മ ആദ്യം സമ്മതിച്ചല്ലേ എന്നോട്? അമ്മ ശരിയാ പറഞ്ഞില്ലേ, പിന്നെ എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം എന്നാ ചോദിക്കുന്നത്? അത് നിന്റെ അച്ഛൻ ഈ വീടിന് ചുറ്റും ഉറങ്ങാതെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക്. അമ്മ, ഓ, ഞാൻ അച്ഛനെ സ്വപ്നത്തിൽ വന്ന് കണ്ട് അച്ഛൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് അമ്മ വിചാരിക്കണമെങ്കിൽ ഞാൻ സ്വപ്നമൊന്നും കണ്ടില്ല. ഞാൻ ചുമ്മാ രസത്തിന് പറഞ്ഞാണത്. എടാ പൊട്ടാ, നീ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അത് പച്ച കള്ളമാണെന്ന്. പിന്നെ എൻ്റെ മക്കൾ ഇതുവരെ അച്ഛനെ സ്വപ്നം കണ്ടിട്ടില്ല, പിന്നെ അല്ലേ നീ കാണുന്നത്. അദ്ദേഹത്തെ സ്വപ്നം കാണാൻ എനിക്ക് മാത്രമേ കഴിയൂ. കനക, അച്ഛൻ ഉറങ്ങുന്ന വീടാണിത്. ഈ വീട് പുതുക്കി പണിയണമെങ്കിൽ ഒന്നുകിൽ എൻ്റെ കാലം കഴിയണം, അതല്ലെങ്കിൽ എന്നെ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടുവന്ന് വിടണം. അമ്മ ഇപ്പൊ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ? ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി, അത് ഞങ്ങൾ അമ്മയോട് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു ശരി, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിന് തുടങ്ങാൻ പോകുന്നു. ഇപ്പൊ അമ്മ പറഞ്ഞു വേണ്ടാന്ന്. വേണ്ടെങ്കിൽ വേണ്ട, അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. അമ്മ എന്ത് പറയുന്നോ അതുപോലെ ഈ വീട്ടിൽ നടക്കുള്ളൂ.